ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം പെപ്പർ മസാല. അപ്പോൾ ഞാൻ അതിനുവേണ്ടി കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മഷ്റൂമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങിയാലോ. അപ്പം നമുക്കിതിനു വേണ്ടി തക്കാളി, സവാള, വേപ്പില, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തക്കാളി, സവാള, പിന്നെ അതുപോലെ നമ്മുടെ മഷ്റൂമും കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് സ്റ്റവിലേക്ക് പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സവാള, വേപ്പില, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതപ്പോൾ കുറച്ച് നേരം നമ്മൾ നന്നായിട്ട് ചട്ടകം കൊണ്ട് ഇങ്ങനെ വഴറ്റി ഇളക്കി കൊടുക്കുക കേട്ടോ. അതൊരു ബ്രൗൺ നിറാവുന്നത് വരെ വഴറ്റിയെടുക്കുക. സ്റ്റവ് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ സവാളക്കുട്ടനും വേപ്പിലക്കുട്ടനും ഒക്കെ നന്നായിട്ട് വഴറ്റി ഒരു ലൈറ്റ് ബ്രൗൺ കളറിലേക്ക് മാറി തുടങ്ങി. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കുറച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. സവാളയിൽ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയിലേക്ക് ഇടാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടായ മഷ്റൂം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ നമ്മൾ ഇടക്കിടക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക.
പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് 5-10 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം സംഭവം റെഡി ആയിട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം.